അങ്ങനെ കൊതിച്ചൊരു യൂട്യൂബ് തുടങ്ങിയപ്പോഴല്ലേ ഇനി എന്തെല്ലാം ഐറ്റംസാണ് വേണ്ടത്. എല്ലാം ഒന്നും ഇപ്പോൾ ഒപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമുക്ക് സിമ്പിളായിട്ടുള്ള എന്നാൽ അത്യാവശ്യമായിട്ടുള്ള ഒരൈറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ ഉപകാരം നടക്കുന്ന അങ്ങനെയുള്ള ഐറ്റം ആണ് ഈ ഒന്ന്. അങ്ങനെ നോക്കി സെലക്ട് ചെയ്തതായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. സംഭവം ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. പാക്കിംഗ് എല്ലാം വളരെ ക്യൂട്ടായിട്ടുണ്ട്. നോക്കൂ, വളരെ ഒതുക്കമുണ്ട്. പിന്നെ ബോക്സ് തുറക്കുമ്പോൾ അതിലുള്ള ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. ഈ ബോക്സ് നല്ല സപ്പോർട്ടുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ബോക്സാണ്. ഇവിടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും പിന്നെ മാനുഫാക്ചറിങ് അഡ്രസ്സ് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പെസിഫിക്കേഷൻസ് അതും ഈ ബോക്സിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വൈറ്റ് കവറിലായിട്ടാണ് നമ്മുടെ പാക്കേജിങ്. നെക്സ്റ്റ് അതിനുശേഷം പിന്നീട് കയ്യിലുടക്കിയത് ഈ ഒരു ചാർജിങ് കേബിളാണ്, USB ചാർജിങ് കേബിൾ. കണ്ടിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ചാർജ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ അതും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചാർജർ കേബിൾ നോക്കിക്കോളൂ, കണ്ടില്ലേ. ഇനി നെക്സ്റ്റ് എനിക്ക് കിട്ടിയത് ഇതുപോലത്തെ ഒരു കുഞ്ഞൻ മാനുവൽ ബുക്കാണ്. ബുക്കെന്ന് പറയാൻ പറ്റില്ല, ഒരു ലീഫ്ലെറ്റ് പോലെ. കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നും ഓരോ പാർട്സിൻ്റെ ഫീച്ചേഴ്സും ഫങ്ഷനിങ്ങും എല്ലാം പറയുന്നുണ്ട്. അടുത്തത് മെയിൻ ഐറ്റം കയ്യിലെത്തി. നോക്കൂ, ഫസ്റ്റ് ഇംപ്രഷൻ പറഞ്ഞാൽ ഇത് തികച്ചും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സ്ട്രെങ്ത് തോന്നുന്നുണ്ട്. ഈവൻ ചീപ്പ് റേറ്റിനാണ് കിട്ടിയതെങ്കിലും. കണ്ടോ, മുകളിൽ കണ്ടോ, ഏറ്റവും മുകളിൽ നമുക്ക് ലൈറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ പിറകിലുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ചെറിയ ലൈറ്റ്, കുറച്ചുകൂടി സ്ട്രോങ് ലൈറ്റ്, പിന്നെ ഓഫ് എന്നീ 3 തരത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം മൊബൈൽ ഹോൾഡർ കണ്ടോ. കണ്ടോ, ഇവിടെ 2 സപ്പോർട്ടിംഗ് പാർട്സ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഫോൺ വെച്ചിട്ട് വെർട്ടിക്കലോ ഹൊറിസോണ്ടലോ ഫോൺ അറ്റാച്ച് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഈ തിരിക്കുന്ന സ്ക്രൂ കണ്ടോ, ഇതാണ് ഫോൺ അറ്റാച്ച് ചെയ്തതിന് ശേഷം ടൈറ്റ് ആക്കാനുള്ള സ്ക്രൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫോൺ മാക്സിമം ടൈറ്റ് ആക്കാവുന്നതാണ്. നെക്സ്റ്റ് ഐറ്റം കണ്ടോ, ബ്ലൂടൂത്ത് കണക്ടർ ആണ് ഈ ഒരു ഐറ്റം. പിന്നെ താഴത്തേക്ക് നോക്കൂ, നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് ഇതൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഒരുവിധം സപ്പോർട്ടുണ്ട്. പിന്നെ ഈ ബ്ലൂടൂത്ത് ഐറ്റം ഇങ്ങനെയാണ് ഊരിയെടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മൾ ബ്ലൂടൂത്ത് ഓൾറെഡി ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരെ നിന്നും നമുക്ക് ഫോണിൽ ടച്ച് ചെയ്യാതെ ബ്ലൂടൂത്ത് വഴി ഫോട്ടോയോ അതുപോലെ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്. ഞാൻ സ്റ്റാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ, നിൽക്കുന്നുണ്ട് നന്നായിട്ട്. ഇനി ഫോൺ വെച്ച് എത്രത്തോളം സപ്പോർട്ട് ഉണ്ടെന്ന് ഉള്ളത് ഞാൻ ഇനി മറ്റൊരവസരത്തിൽ പറയാവുന്നതാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഹൈറ്റ് ഉണ്ട്. നമുക്ക് ഒരു ബേസിക് ക്വാളിറ്റിയിൽ വേണ്ട എല്ലാവിധ ക്വാളിറ്റീസും ഫീച്ചേഴ്സും ഈ ഒരു പ്രൊഡക്റ്റിനുണ്ട്. ഇത് ഫോൾഡ് ചെയ്താൽ വളരെ കോമ്പാക്റ്റ് ആണ്. അതുകൊണ്ട് യാത്രയ്ക്ക് വളരെയധികം പെർഫെക്റ്റ് ആണ്. പിന്നെ തുറക്കുമ്പോൾ ട്രൈപോഡായി മാറും. ഇത് വീഡിയോ എടുക്കാനെല്ലാം നല്ല ഉപകാരമാണ്. വേറെ സെപ്പറേറ്റ് സ്റ്റാൻഡ് ശരിക്കും ആവശ്യമേ ഇല്ല. ഞാനിത് എടുത്ത് വീഡിയോ ചെയ്തു കേട്ടോ. അപ്പോൾ ഷെയ്ക്കൊന്നുമില്ല. പിന്നെ ഫ്രെയിമെല്ലാം സ്റ്റേബിളാണ്. ലൈറ്റിനും ക്ലാരിറ്റി ഉണ്ട്. യൂസർ ഫ്രണ്ട്ലി ആണ്. നല്ല ഹൈറ്റ് കൂട്ടി വയ്ക്കുമ്പോൾ ചെറുതായിട്ട് സ്റ്റെബിലിറ്റിക്ക് ഒരു പ്രോബ്ലം ഉണ്ട് മൊബൈൽ വെക്കുന്ന സമയത്ത്. അതർവൈസ് ഇത് ഓക്കെയാണ്. ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്രൈസിൽ നമുക്ക് ട്രൈപോഡ്, സെൽഫി സ്റ്റിക്ക്, LED ലൈറ്റ്, റിമോട്ട് കൺട്രോൾ, ബ്ലൂടൂത്ത് ഇത്രയും കാര്യങ്ങൾ, അതായത് ഒരേ സമയം
മോർ ദാൻ 4 ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഹെവി ഫോൺ ആണെങ്കിലാണ് ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രശ്നമില്ല. ഞാനിത് വാങ്ങിയത് ഏകദേശം 288 രൂപയ്ക്കാണ്. ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കുറവിൽ കിട്ടാം. അപ്പോൾ ബിഗിനേഴ്സായ ക്രിയേറ്റേഴ്സിനും ഡെയിലി വ്ലോഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ കോമ്പാക്റ്റായി എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ആയിട്ടുള്ള ഒരു സെറ്റപ്പ് വേണമെങ്കിൽ ഇതൊരു മികച്ച ചോയ്സാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ വരുന്നത്. നോക്കൂ, എൻ്റെ ഈ കയ്യിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള സൈസ് ഇതിനുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെയധികം ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കൂടുതൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.